എൻ്റെ മകൾക്ക് 9 വയസ്സായി. HPVയുടെ വാക്സിൻ എടുക്കാൻ പറ്റുമോ ഡോക്ടറെ? എൻ്റെ കുട്ടിക്ക് 18 വയസ്സായി. ഇനിയിപ്പോൾ ഈ HPVയുടെ വാക്സിൻ എടുത്തിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യങ്ങൾ ഈ അടുത്തായിട്ട് ഫോൺ വഴിയും നേരിട്ടും എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ HPVയുടെ വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം എന്താ വെച്ചാൽ ഇത് പിന്നീട് ഒരു ക്യാൻസറും വരില്ല എന്നാണ്. ക്യാൻസർ വാക്സിൻ ആണെന്നാണ് പലരുടെയും വിചാരം. പക്ഷേ HPVയുടെ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. HPV കൊണ്ട്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് കൊണ്ട് ഉണ്ടാവുന്ന ക്യാൻസറുകളെ തടയാൻ ഈ HPV വാക്സിൻ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇത് പ്രധാനമായിട്ടും ഈ HPV കൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഗളത്തിലെ, അതായത് CA സെർവിക്സ് എന്ന് പറയും, ഇത് ഉണ്ടാക്കുന്നത് HPV ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇത് മാത്രമല്ല, CA സെർവിക്സ് മാത്രമല്ല, തൊണ്ടയിലെ ക്യാൻസർ, അത് പ്രത്യേകിച്ച് ഈ ഓറോഫാരിങ്സ്, പിന്നെ വായിലാണെങ്കിലും മലദ്വാരത്തിലാണെങ്കിലും യോനിയിലാവുന്ന ഒക്കെ ഉണ്ടാവുന്ന ക്യാൻസറിൻ്റെ കാരണം HPV ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എല്ലാമല്ല. പക്ഷേ 100% CA സെർവിക്സും HPV കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ HPV വാക്സിൻ എടുക്കേണ്ടത് ആദ്യത്തെ സെക്ഷൽ എക്സ്പോഷർ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതാണ് ഐഡിയൽ സിറ്റുവേഷൻ. അപ്പോൾ ഈ 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 6 മാസത്തിനിടയ്ക്ക് 2 ഡോസായിട്ടാണ് ഇത് എടുക്കേണ്ടത്. 15 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്ക് 6 മാസത്തിനിടയ്ക്ക് 3 ഡോസായിട്ട് എടുക്കണം. 27 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ സെക്ഷൽ ബിഹേവിയർ, മറ്റു വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത് തീരുമാനിക്കേണ്ടത്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും എടുക്കാവുന്നതാണ്. ആൺകുട്ടികൾക്ക് ഗർഭാശയകളത്തിലുള്ള ക്യാൻസറിൻ്റെ റിസ്ക് ഇല്ലെങ്കിലും ഈ ത്രോട്ട് ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഓറോഫാരിഞ്ചിയൽ ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ട്. അപ്പോൾ HPV വാക്സിൻ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് 9 വയസ്സിനും 26 വയസ്സിനും ഇടയിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഐഡിയൽ കുട്ടികൾക്ക് സെക്ഷൽ എക്സ്പോഷറിന് മുമ്പ് എടുക്കുന്നതാണ്.